We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. The tidings we bring to you. Hi friends, welcome back to our channel with love Anju. ഡിസംബർ മാസമാണ്, ക്രിസ്മസ് അടുത്തെത്തി. ഇനി ഒരു 10-12 ദിവസവും കൂടിയേ ബാക്കിയുള്ളൂ. എല്ലാവരും സ്റ്റാറൊക്കെ തൂക്കി പുൽക്കൂടൊക്കെ ഉണ്ടാക്കി എല്ലാം സെറ്റപ്പായിട്ട് ഇങ്ങനെ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലായിരിക്കും അല്ലേ. സോ ഞാൻ ഇന്ന് ഒരു പ്ലം കേക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും നമ്മൾ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ പ്ലം കേക്ക് വാങ്ങും അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കും. എന്തായാലും പ്ലം കേക്ക് കഴിക്കാതിരിക്കില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ പ്ലം കേക്കാണ്. പ്ലം കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് റെഡ് വൈൻ ഉപയോഗിച്ചിട്ടാണ്. റെഡ് വൈനിൽ ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു 1 വീക്ക് സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്കിപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇനി ഒരു 1 വീക്കിന് മുകളിലുണ്ട്. അപ്പം ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കാനാണെങ്കിൽ ഇപ്പോൾ സമയമൊക്കെ ഉണ്ട്, ബാക്കിയുണ്ട്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അതുപോലെ തന്നെ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ളതും അതുപോലെ അവൈലബിലിറ്റി കുറവായിട്ടുള്ള കുറേ ഫ്രൂട്ട്സ് ഉണ്ട്. അതൊന്നും ഉപയോഗിച്ചിട്ടില്ല. സിമ്പിൾ ആയിട്ടുള്ള എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുകയാണ് ഈ ഒരു പ്ലം കേക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. പ്ലം കേക്ക് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഫ്രൂട്ട്സ്, അതായത് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുമല്ലോ. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. നോർമലി ഒരുപാട് മുമ്പേ നമ്മൾ ഇതൊക്കെ സോക്ക് ചെയ്ത് വെക്കാറുണ്ട്. പക്ഷെ ഞാനിത് ഒത്തിരി നാളൊന്നും ഇനി ബാക്കിയില്ല, കുറച്ച് നാൾ മുമ്പേ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുകയാണ്. അറ്റ്ലീസ്റ്റ് തലേന്ന് ഇട്ട് വെച്ചാലും നമുക്ക് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറച്ചധികം നാൾ, 1 മാസത്തിന് മുകളിലൊക്കെ ഇട്ട് വെക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം ഞാൻ റെഡ് വൈനിലാണ് സോക്ക് ചെയ്യാൻ പോകുന്നത്. റെഡ് വൈൻ വാങ്ങിയ റെഡ് വൈനാണ്, ഉണ്ടാക്കിയതല്ല. ഇത് കുക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റെഡ് വൈനില്ലേ, ആ റെഡ് വൈനാണ്. ഞാനിത് ആകെ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും എടുക്കുന്നില്ല. ജസ്റ്റ് ബ്ലാക്ക് റൈസിൻസ് ഇല്ലേ, ബ്ലാക്ക് റൈസിൻസും അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടി, ഇത് 2 മാത്രമാണ് എടുത്തിരിക്കുന്നത്. എല്ലാവർക്കും എടുക്കാൻ പറ്റുന്നത് പോലെയാണ് എടുത്തിരിക്കുന്നത്. വേറെ കുറേ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് അവൈലബിൾ ആണ്, പക്ഷെ അതൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്. അപ്പം സിമ്പിളായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഈ 2 സാധനം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നോർമൽ പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ആദ്യം കുതിർത്ത് വെക്കാൻ പോവാണ്. 1/4 കപ്പ് ബ്ലാക്ക് റൈസിൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ ഒരുപാട് വലിയ കേക്കല്ല ഉണ്ടാക്കുന്നത്, ഒരു 1/2 kg ഒക്കെ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള കണക്കാണ് ഞാൻ പറയുന്നത്. ഇതിൽ കൂടുതൽ എടുത്താലും കുഴപ്പമില്ല, ഏകദേശം ഇത്രയൊക്കെ എടുത്താലും നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ 1/4 കപ്പാണ്. ഇത് നന്നായിട്ട് കഴുകി വാരി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതാണ്. നമ്മൾ വാങ്ങിയ പോലെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് വല്ല പൊടികളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് തുടച്ച് എടുത്തതാണ്. പിന്നെ ടൂട്ടി ഫ്രൂട്ടിയാണ്, അതും 1/4 കപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി റെഡ് വൈൻ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1/4 കപ്പ് ഇതാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 1/2 കപ്പ് ഉണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് റെഡ് വൈനാണ് ചേർത്ത് കൊടുക്കുന്നത്. റമ്മിൽ വേണമെങ്കിൽ ചെയ്യാം, അതുപോലെ തന്നെ ഇതൊന്നും ഇല്ലാണ്ട് ഓറഞ്ച് ജ്യൂസിൽ ചെയ്യാം. അതങ്ങനെയൊക്കെ പല ഓപ്ഷൻസും ഉണ്ട്. റെഡ് വൈൻ തന്നെ വേണം നിർബന്ധമില്ല കേട്ടോ. ഇനി നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ? ഇനി നമുക്കിത് അടച്ച് മാറ്റി വെക്കാം. അതവിടെ ഇരുന്ന് നന്നായിട്ട് കുതിർന്ന് അത് സോക്കായി നല്ലപോലെ വരട്ടെ. നമ്മൾ 5 days ആയിട്ട് സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ ഞാനന്ന് സോക്ക് ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് ഞാൻ ഈ വൈനകത്തുനിന്ന് പിഴിഞ്ഞ് മാറ്റിയെടുക്കാൻ പോവാണ്. നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇതൊന്ന് അരിച്ച് ഇത് തനിയെ എടുക്കട്ടെ. ഇനി ഇത് ഞാൻ മാറ്റി വെക്കുകയാണ്. ഇത് ഞാൻ കേക്കിലേക്ക് ഒഴിക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ കേക്കിലേക്ക് ചേർക്കുമ്പം കുറച്ച് മൈദപ്പൊടി വിതറി ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം കേക്കിനകത്തോട്ട് ആഡ് ചെയ്യാൻ, കേക്ക് മിക്സിനകത്തോട്ട് ആഡ് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മളിത് അങ്ങനെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഫുൾ അടിയിലോട്ട് പോകും. കേക്ക് മിക്സിൻ്റെ ആ അടിഭാഗത്തേക്ക് പോയിട്ട് അടിഞ്ഞു കിടക്കും. മുകളിലൊന്നും അന്നേരം നമ്മൾ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ മുകളിലൊന്നും കടിക്കാനൊന്നും ഇത് കിട്ടത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഞാനിതാ 1 ടേബിൾ സ്പൂണ് മൈദപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വിതറി കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ മിക്സിൻ്റെ ഇടയിലെല്ലാം കിടന്നോളും, താഴേക്ക് മാത്രം അങ്ങനെ പോവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.
നന്നായിട്ട് വൈനൊക്കെ ഇങ്ങനെ വൈനകത്തൊക്കെ കിടന്നിട്ട് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. മുന്തിരിങ്ങയൊക്കെ നന്നായിട്ട് സോക്കായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് റെഡിയായി. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി, അതായത് നന്നായിട്ട് ആ കളറ് ബ്രൗൺ കളർ നമ്മുടെ കേക്കിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1/4 കപ്പ് ഷുഗർ കരിച്ചെടുക്കണം. കരിച്ചത് മീൻസ് നല്ല കളറ് ആ ഒരു ബ്ലാക്ക് കളറിലേക്ക് എത്തുന്നവരെ നമ്മൾ ഉരുക്കിയെടുക്കുക. അതാണ്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അവിടെ ഇരുന്ന് നന്നായിട്ട് മെൽറ്റ് ആവട്ടെ. പിന്നെ നമ്മൾ ഇത് നന്നായിട്ട് ആ കളർ ചേഞ്ചായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് തിളച്ച വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് വെള്ളം വേറെ അടുപ്പിൽ ചൂടാകാൻ വെക്കുന്നുണ്ട്. കണ്ടോ, ഇപ്പം നല്ല കളറ് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. തിളച്ച വെള്ളമാണ്. ഇങ്ങനെ ഒഴിക്കുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം കേട്ടോ. പെട്ടെന്ന് മുകളിലേക്ക് തെറിക്കാതെ മേത്തോട്ടൊന്നും ആകാതെ വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്. മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇത് ലൈറ്റിൻ്റെ വെട്ടം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു കറുപ്പല്ലാതെ വേറൊരു ബ്രൗൺ അല്ലാണ്ട് വേറൊരു റെഡിഷ് കളർ വരുന്നില്ലേ, ആ ലൈറ്റിൻ്റെ ആണത്. ഞാൻ വേണേൽ ലൈറ്റ് ഓഫ് ചെയ്ത് കാണിക്കാം കേട്ടോ. നിങ്ങളായിരിക്കും കരിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കും. കണ്ടോ, വേറെ കളറാണ്. ആ ലൈറ്റ് കാരണമാണ് അങ്ങനെ തിരിയുന്നത് കേട്ടോ. ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് ഇടഞ്ഞെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മൈദപ്പൊടി, അതായത് ഓൾ പർപ്പസ് ഫ്ലോർ ആണ് എടുത്തിരിക്കുന്നത്. അത് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ 2 പൊടികൾ കൂടെ ഉണ്ട്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ പട്ടയും നമ്മുടെ ജാതിക്കയും കൂടെ പൊടിച്ചെടുത്ത പൊടി, ഇതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുക്കാം. ഇപ്പം ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. അത് റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ഫ്രിഡ്ജിലൊക്കെ വെച്ചതാണെങ്കിൽ എടുത്ത് നേരത്തെ പുറത്ത് വെച്ചിട്ട് നല്ല ആ റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ എല്ലാ സാധനങ്ങളും, ബട്ടർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ബട്ടർ എല്ലാം തന്നെ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് വേണം നമ്മളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഞാൻ ഇനി ഈ 2 മുട്ട പൊട്ടിച്ചിട്ട് എഗ് വൈറ്റും എഗ് യോക്കും തനിയെ മാറ്റിയെടുക്കാൻ പോവാണ്. അപ്പം ഒരു പാത്രത്തിലേക്ക് എഗ് യോക്കും ഒരു പാത്രത്തിൽ എഗ് വൈറ്റും കൂടി എടുക്കാം. ഇനി ഈ എഗ് വൈറ്റ് ഞാൻ മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ഈ എഗ് യോക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നല്ല പതപ്പിച്ചെടുക്കണം. ബീറ്ററൊന്നും ഉപയോഗിക്കുന്നില്ല ഞാനൊരു വിസ്ക്കാണ് ഉപയോഗിക്കുന്നത്. ഈ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഒന്ന് പതപ്പിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടോ, ഒരുവിധം നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ബീറ്റർ വെച്ച് ചെയ്യുന്ന അത്രയും നമുക്ക് ഈ വിസ്ക് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ മതി. നന്നായിട്ട് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേ പത വന്നിട്ടുണ്ട്. അപ്പം ഇത്രയും ആക്കി എടുക്കുക. ഈ ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് 1/2 കപ്പ് ബ്രൗൺ ഷുഗർ ആണ്. ബ്രൗൺ ഷുഗർ നമുക്ക് കടയിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചെടുത്തിട്ട് അങ്ങനെ എടുത്ത് ചേർത്താലും മതി. ഇതൊരു പൊടി പോലെയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ വെള്ള പഞ്ചസാര പോലെ അത്രയ്ക്കും വലിയ തരികളല്ല, കുറച്ചുകൂടി ചെറുതായിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇങ്ങനെയാണ് ഇത് അങ്ങനെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് 1/2 കപ്പ് പൊടി എടുക്കുക. അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് വനില എസൻസ് ആഡ് ചെയ്യുന്നുണ്ട്. ഈ മുട്ട ചേർത്തതിൻ്റെ ആ ഒരു മണമൊന്നും വരാതിരിക്കാനാണ് നമ്മൾ വനില എസൻസ് ആഡ് ചെയ്യുന്നത്. 1 ടീസ്പൂൺ വനില എസൻസ് ആണ് ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട്. അപ്പം അല്ലെങ്കിൽ ബട്ടർ വേണമെങ്കിൽ ചേർക്കാം. അപ്പം ഞാനിവിടെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർക്കാൻ പോവാണ്. നമ്മൾ ഇടഞ്ഞു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
അതിന് മുമ്പേ നമുക്ക് ഒരു പണി കൂടെ ഉണ്ട്. നമ്മളിതിൽ എഗ്ഗ് യോക്ക് മാത്രമാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. എഗ്ഗ് വൈറ്റ് നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. അതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അതും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. രണ്ടായിട്ട് ചേർക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരുമിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഹാർഡാവും കേക്ക്. ഇങ്ങനെ രണ്ടായിട്ട് ചേർക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് പതപ്പിച്ചെടുക്കണം. കണ്ടോ, ഇപ്പം ഇത് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. നമ്മളിനി പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഞാനിപ്പം പകുതി പൊടിയാണ് ആഡ് ചെയ്യുന്നത്, പകുതി പിന്നീടാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എഗ് വൈറ്റും ആഡ് ചെയ്യാനുണ്ട്. ആദ്യം ഞാൻ എഗ് വൈറ്റ് ആഡ് ചെയ്യാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കി പൊടികളും കൂടെ ചേർക്കുവാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കാണിച്ചല്ലോ, മൈദപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, എല്ലാ അടിയിലേക്ക് പോകും. അങ്ങനെ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അത് മറക്കാതെ ശ്രദ്ധിച്ച് ചെയ്യുക. ഞാൻ ഇത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. വീണ്ടും മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി വൈൻ ആഡ് ചെയ്യാം. ആ സോക്ക് ചെയ്ത് വെച്ചിരുന്ന വൈൻ തന്നെയാണ്, അത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ കേക്ക് ടിന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം കേക്ക് ടിന്നിൻ്റെ അതേ സൈസിൽ ആ റൗണ്ടിനനുസരിച്ച് നമുക്ക് ബട്ടർ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടിയിൽ ഒരു റൗണ്ടിലുള്ള ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, പിന്നെ ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് പൊക്കത്തിൽ ഹൈറ്റ് കുറച്ചുകൂടി കൂട്ടി എടുത്തിട്ടുണ്ട്, പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ നമ്മൾ കേക്ക് കുറച്ചുകൂടി പൊന്തി വരികയാണെങ്കിൽ, പാത്രം കഴിഞ്ഞു പോവുകയാണെങ്കിൽ പോലും സൈഡിലേക്ക് ചാടി ഷേപ്പ് ഒന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെച്ച് കൊടുത്തിരിക്കുന്നതാണ്. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ബാറ്റർ മുഴുവൻ ഒഴിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ചിലപ്പം എയർ ബബിൾസ് ഒക്കെ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ, ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പം ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു പഴയ കുക്കറാണ്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്റ്റാൻഡ് ഞാൻ ഇറക്കി വെക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, അത് ഇറക്കി വെക്കുകയാണ്. അങ്ങനെ ഇറക്കി വെച്ചിട്ട് ഈ കുക്കർ ഒന്ന് അടയ്ക്കുക. അപ്പോൾ കുക്കറിൻ്റെ വിസിൽ ഞാൻ ഊരി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കാം.
അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഇനി നമുക്കിത് തുറക്കാം. നന്നായിട്ട് ചൂടായി ഇരിക്കുകയാണ്. ഇനി നമുക്ക് കേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇറക്കി വെക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് വെക്കണം കേട്ടോ. കൈ സൈഡിലൊന്നും തട്ടാണ്ട് പൊള്ളാതെ ഇറക്കി വെക്കുക. എന്നിട്ട് നമ്മളിത് ക്ലോസ് ചെയ്യാൻ പോവാണ്. പിന്നെ നമ്മളിതിൽ ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഉപ്പിട്ടാണ് ചിലർ ചെയ്യാറ്, പക്ഷെ ഞാൻ ഉപ്പിടാറില്ല. ഉപ്പിട്ടാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഉപ്പിടാണ്ടാണ് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് വരാറുള്ളത്. അതുകൊണ്ട് ഞാൻ ഉപ്പിടാതെ വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതൊരു 3/4 മണിക്കൂറോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. എങ്ങനെയാണെങ്കിലും 3/4 മണിക്കൂറിന് മുകളിൽ നമുക്കിത് ബേക്ക് ചെയ്യാൻ ആവശ്യമുണ്ട്. കാരണം നമ്മുടെ കേക്ക് ടിൻ നല്ല ഹൈറ്റുള്ള കേക്ക് ടിന്നാണ്. സോ അതിൻ്റെ ഉള്ളുഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വരണമെങ്കിൽ 3/4 മണിക്കൂറിന് മുകളിൽ എന്തായാലും എടുക്കും. അതുകൊണ്ട് ഇനി 3/4 മണിക്കൂറിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു 3/4 മണിക്കൂറിന് മുകളിലായിട്ടുണ്ട്. ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ചിലപ്പോൾ വെന്തിട്ടുണ്ടാവും. വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ബേക്ക് ചെയ്താൽ മതി. കണ്ടോ? പക്ഷേ ഇത് കുറച്ചുകൂടി വേകാനുണ്ട്. നന്നായിട്ട് വെന്തിട്ടില്ല. മുകൾ ഭാഗം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഇത് ക്ലോസ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഇപ്പോൾ വീണ്ടും ഒരു 20 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. നമ്മുടെ കേക്ക് വെന്തോന്ന് നോക്കണം. കുറച്ചൊന്ന് മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. കാരണം ഇത്രയും ഹൈറ്റ് ഉള്ള കേക്കാണല്ലോ. ജസ്റ്റ് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കാം. അപ്പോൾ വെന്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചൊന്നും വരത്തില്ല. നല്ല ക്ലിയർ ആയിട്ട് വരും ടൂത്ത് പിക്ക്. അപ്പോൾ നമുക്കൊന്ന് കുത്തി നോക്കാം. കണ്ടോ, നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്നും ഒട്ടിപ്പിടിക്കുന്ന ഒന്നുമില്ല. അപ്പം നമ്മുടെ കേക്കിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. കേക്ക് പുറത്തേക്ക് എടുക്കാം. പിന്നെ ചിലപ്പോൾ നമ്മളിങ്ങനെ കേക്ക് ബേക്ക് ചെയ്യാൻ നേരത്ത് കേക്കിൻ്റെ മുകൾ ഭാഗം വല്ലാതെ സ്പ്ലിറ്റ് ആയി പോകാറുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് കുക്കർ ഓവർ ഹീറ്റ് ആയിട്ടുണ്ടെങ്കിൽ കേക്ക് അങ്ങനെ സ്പ്ലിറ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കുമ്പോൾ വല്ലാതെ ലൂസായി പോവുകയാണെങ്കിൽ അപ്പോഴും കേക്ക് സ്പ്ലിറ്റ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മളുടെ കേക്ക് ടിന്ന് നല്ല ഹൈറ്റ് ഉള്ള കേക്ക് ടിന്നാണെങ്കിൽ നമ്മളുടെ കേക്ക് ഉള്ളിലൊക്കെ ബേക്കായിട്ട് വരണമെങ്കിൽ കുറച്ച് അധികം സമയം എടുക്കും. അപ്പോൾ എപ്പോഴും കേക്ക് ആദ്യമേ സൈഡ് ഭാഗവും മുകൾ ഭാഗവും പെട്ടെന്ന് ബേക്കാവും. പിന്നെ കൂടുതൽ നേരം ഇങ്ങനെ ചൂട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുകളിലുള്ള ഓൾറെഡി ബേക്കായ സ്ഥലം വീണ്ടും ഇങ്ങനെ ചൂടായി അത് ഡ്രൈ ആയിട്ട് സ്പ്ലിറ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ. എനിക്ക് ഓൾറെഡി അങ്ങനെ സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ടാണ് അങ്ങനെ സ്പ്ലിറ്റ് ആയതാണ് എനിക്ക് മനസ്സിലായത്. അതാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇപ്പം നമ്മൾ കേക്ക് ടിന്നകത്തുനിന്ന് എടുത്തിട്ട് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് മാറ്റുകയാണ്. ഇപ്പം ഞാൻ കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ കേക്ക് ബേക്ക് ചെയ്ത് കഴിയുമ്പം എപ്പോഴും നടുഭാഗം കുറച്ച് ഹൈറ്റിൽ വരും. അതായത് ഇങ്ങനെ കേക്ക് ഒന്ന് പൊന്തി വരുമല്ലോ. അങ്ങനെ പൊന്തി വരുമ്പോൾ ഇങ്ങനെ ഒരു ലെവലിലല്ല നമുക്ക് ചിലപ്പോൾ മിക്കവാറും കേക്ക് ബേക്ക് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അഥവാ ഇനിയിപ്പോൾ കുറച്ച് സ്പ്ലിറ്റ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണെങ്കിൽ നമുക്ക് നീറ്റായിട്ട് കേക്ക് കിട്ടും. എന്നിട്ട് നമുക്കതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം.